മണ്ഡലത്തിൽ ശങ്കു പറഞ്ഞതിൽ നിന്ന് എനിക്കൊരു മറുപടി കൂടി ഒന്ന് ഞാനൊന്ന് LDF പ്രതിനിധിയിൽ നിന്ന് എടുക്കാം. കാര്യം ആ വികസനത്തിന്റെ പ്രശ്നത്തിൽ LDF പ്രതിനിധി മറുപടി പറഞ്ഞിട്ടില്ല, സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് മാത്രം. ഞാൻ വരാം ശ്രീ മാത്യു കുഴൽനാടൻ. അതിനു മുമ്പ് എനിക്ക് പ്രേംനാഥ് നോക്കൂ, ശങ്കുട്ടി ദാസ് ഇവിടെ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളിൽ ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ. ദേവസ്വത്തിൻ്റെ കാര്യത്തിൽ, ഈ മണ്ഡലത്തിലെ വികസനത്തിൻ്റെ കാര്യത്തിൽ LDF പിന്നിലാണെന്ന് ആ മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കും തോന്നാറില്ലേ പ്രേം? അത് ഈ തെരഞ്ഞെടുപ്പിലൊരു വലിയ തിരിച്ചടിയാവുമോ നിങ്ങൾക്ക്? മണ്ഡലത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ചേലക്കര വളരെ പുറകിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ഞാൻ പറയട്ടെ, മായന്നൂർ പാലം, ഒറ്റപ്പാലവും ചേലക്കര മണ്ഡലത്തിലെ മായന്നൂരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ, ശ്രീ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ ഒറ്റപ്പാലത്ത് ശ്രീ ഹംസ MLA ആവുന്ന സമയത്താണ്, രാധാകൃഷ്ണൻ മന്ത്രിയാവുന്ന സമയത്താണ് അത് മായന്നൂർ പാലം യാഥാർത്ഥ്യമാകുന്നത്. ചേലക്കരയിൽ ഒരു വികസനവും വന്നില്ല എന്നാണോ? ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് നഗരസഭയിലേക്ക് ഒരു BJPയുടെ നഗരസഭയിലേക്ക് ഇവിടെ പറയുകയാണ് കെ രാധാകൃഷ്ണൻ പ്രചരണത്തിന് ഇറങ്ങിയില്ല, അവസാനം കോൺഗ്രസ് CPMൻ്റെ സംഘടനാ സംവിധാനം വെച്ച് അദ്ദേഹത്തെ ഇറക്കിയെന്ന്. ഒറ്റ കാര്യം പറയാനുള്ളൂ, സന്ദീപ് വാര്യരെ BJPയുടെ സംഘടനാ സംവിധാനം വെച്ച് കൃഷ്ണകുമാറിന് വേണ്ടി ഇറക്കാൻ സാധിച്ചോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് നല്ല സ്വീകാര്യതയുണ്ട്. UR പ്രദീപിന് ചേലക്കരയിലെ വികസനം ചർച്ചയാകട്ടെ. ചേലക്കര, ഇതിനു മുമ്പുള്ള ചേലക്കരയും ഇപ്പോഴുള്ള ചേലക്കരയും, 25 വർഷം മുമ്പുള്ള ചേലക്കരയും ഇപ്പോഴുള്ള ചേലക്കരയും, ചേലക്കരയിലേക്ക് പോകുന്ന പഴയന്നൂർ ചേലക്കര മണ്ഡലത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ കാര്യം കൂടി പറയാനുണ്ട്. താങ്കൾക്ക് തെരഞ്ഞെടുപ്പിന്റെ ചാർജ് കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുക, വികസനമാണ് ചർച്ചയാവുന്നതെങ്കിൽ, സാമൂഹ്യനീതി ഒരു വിഷയമാവുന്നു, വികസനമാണ് വിഷയമാകുന്നതെങ്കിൽ എങ്ങനെയാണ് സാധ്യത? ഞാൻ അതിലേക്ക് വരാം അരുൺ. എനിക്ക് വളരെ പ്രയാസം തോന്നി. ഞാനൊന്ന് പ്രതികരിക്കാനൊരു അവസരം ചോദിച്ചതിന് വേണ്ടിയിട്ടായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ സാമൂഹ്യനീതിയെ സംബന്ധിച്ചുള്ളൊരു ചോദ്യം ഉയർത്തിയപ്പോഴാണല്ലോ ഈ ചർച്ച വന്നത്. അതിന് അദ്ദേഹം മറുപടിയായി പറഞ്ഞ കാര്യങ്ങൾ അരുണും കേട്ടല്ലോ. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ഇന്ന് അദ്ദേഹം എണ്ണി പറയുകയാണ്, ഞങ്ങൾ പട്ടികജാതി വിഭാഗങ്ങൾക്ക് അത് കൊടുത്തു ഇത് കൊടുത്തു. ഞാൻ ഒരേ ഒരു കാര്യം ചേലക്കരയിലെ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളോട് ചോദിക്കാൻ പറയട്ടെ. പൂർത്തിയാക്കിക്കോളൂ. നിങ്ങൾ ഭയപ്പെടുകയാണ്. ഈ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഇത്രയും ഔദാര്യം വാരിക്കോരി കൊടുക്കുകയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ SC/ST വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട ഈ ഗ്രാൻസ് ഈ സർക്കാർ കൊടുത്തിട്ട് എത്ര വർഷമായി? പ്രൊഫഷണൽ കോളേജ് പഠിക്കുന്ന SC/ST കുട്ടികൾക്ക് കൊടുക്കുന്ന മേരി റോയ് സ്കോളർഷിപ്പ് ഉണ്ട്, നിങ്ങൾ കൊടുത്തിട്ട് എത്ര വർഷമായി? നിങ്ങളിപ്പോൾ ഔദാര്യം വാരിക്കോരി അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് ഈ ചർച്ചയിൽ പറയാൻ? അതിന്റെ പേരിൽ പട്ടികജാതി വിഭാഗം വോട്ട് ചെയ്യട്ടെന്ന് പറയാൻ അല്ല പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ സ്വരത്തിലും നിങ്ങൾ സംസാരിച്ചു. നിങ്ങളത് സംസാരിച്ചു. നിങ്ങൾ പട്ടികജാതി വിദ്യാർത്ഥികളെ ഞങ്ങൾ വിദേശത്ത് അയക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പൈലറ്റ് ആവാനുള്ള അവസരം നൽകുന്നു പറഞ്ഞു. പറഞ്ഞില്ലേ? നിങ്ങളുടെ ഭാഷയും സംസാരവും അങ്ങനെ പറയുന്നുമില്ല. അത് താങ്കളുടെ ശൈലിയാണ്. നിങ്ങളുടെ ഭാഷയും സംസാരവും വിഷയം കൂടി കോൺഗ്രസ് ഉയർത്തുന്നു, സംവരണത്തിന്റെ വിഷയം ഉയർത്തുന്നു, ചേലക്കര മണ്ഡലത്തിലടക്കം അത് ചർച്ചാ വിഷയമാകും എന്നാണ് നിങ്ങളുടെയും ഭാഷയും സംസാരവും പട്ടികജാതി വിഭാഗങ്ങൾ ആക്ഷേപിക്കുന്ന ഭാഷയാണ്. അത് ആർക്കനുകൂലമാകും എന്നുള്ളത് നമുക്ക് വിധിയെഴുത്തിൽ കാണാം. പ്രിയപ്പെട്ട Debate with Dr. Arun Kumar.